എന്തുകൊണ്ട് നീറ്റ് ജെഇ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളിൽ തന്നെ 80% പേർ ഈ എക്സാമിന് ഫെയിലാവുന്നു. പലപ്പോഴും ബോർഡ് എക്സാമിന് 90% എബോ സ്കോർ അല്ലെങ്കിൽ ഫുൾ A+ സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് ലഭിക്കുന്ന കുട്ടികൾ നീറ്റ് ജെഇ പോലുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാംസ് വരുമ്പോൾ കംപ്ലീറ്റ് ഫെയിലായി പോവുകയാണ്. എന്തായിരിക്കും ഇതിന് കാരണം? പലപ്പോഴും നിങ്ങളുടെ എൻട്രൻസ് ജേർണി അലോങ് വിത്ത് യുവർ +2 ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബുക്കുകൾ വാങ്ങും, കോച്ചിങ്ങിന് സ്റ്റാർട്ട് ചെയ്യും, അടിപൊളി ടൈം ടേബിൾ ഉണ്ടാക്കും. എന്നാലും എക്സാം എത്തുമ്പോൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇറ്റ്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റീഷൻ. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് എൻട്രൻസ് എക്സാംസ് ആണെന്നുള്ളതാണ്. യെസ്, നീറ്റ് എൻട്രൻസ് എക്സാമിന് 20 lakh+ സ്റ്റുഡൻസ് ആണ് എ ഇയർ അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ഫോർ ജെഇ 2 lakh-ലേറെ കുട്ടികൾ എക്സാം എഴുതുന്നതിൽ ജസ്റ്റ് 2% മാത്രമാണ് സീറ്റ്സ് ഉള്ളത്. സോ ദീസ് 2 exams ആർ ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാംസ് ആൻഡ് സോ മെനി ഓഫ് ദി സ്റ്റുഡൻസ് ആർ ട്രൈയിങ് ഫോർ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അത്ര ഹൈലി ഇൻ്റലിജൻ്റ് അല്ല. ഐ ആം ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. വിൽ ഐ ബി ഏബിൾ ടു മേക്ക് ദിസ്? യെസ്, ഓഫ് കോഴ്സ്. കാരണം ഈ എക്സാംസ് ഒന്നും തന്നെ നിങ്ങൾ ഹൈലി ഇൻ്റലിജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന എക്സാംസ് അല്ല. ദേ ആർ ചെക്കിങ് യുവർ സ്മാർട്ട്നെസ് ആൻഡ് യുവർ കൺസിസ്റ്റൻസി. യെസ്, നമ്മൾ പലപ്പോഴും ഈ എക്സാംസ് ലാക്ക് ചെയ്യുന്നതിൻ്റെ വൺ ആൻഡ് ദ ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. ഇപ്പോൾ +2 ബോർഡ് സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. മക്കളെല്ലാം സൂപ്പർ കിങ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും അല്ലേ? നമ്മുടെ കയ്യിൽ പുതിയ ഫ്രഷ് ബുക്കുകൾ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഈ ലൈവ് എല്ലാം പ്രോപ്പറായി അറ്റൻഡ് ചെയ്യുന്നു, ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നു, ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. യു വിൽ സ്റ്റഡി ലൈക്ക് ചില കുട്ടികളൊക്കെ ആദ്യം തുടങ്ങുമ്പോൾ ചോദിക്കും, ഒരു ദിവസം 10 മണിക്കൂറൊക്കെ പഠിക്കണോ, 2 മണിക്കൂർ ഉറങ്ങിയോ മതിയോ എന്നൊക്കെ ചോദിക്കും. ആദ്യത്തെ 5 ദിവസം ചിലപ്പോൾ 10 മണിക്കൂർ പഠിക്കും, പിന്നെ ഒരാഴ്ചത്തേക്ക് ഒരു അനക്കവും ഇല്ല, ഒരു പഠിത്തമില്ല. യെസ്, ദിസ് ഈസ് ദ റിയൽ ഇവൾ. നമ്മൾ പലപ്പോഴും വിചാരിക്കുക ഒരു ദിവസം 5 മണിക്കൂർ പഠിച്ചോ അടുത്ത ദിവസം പഠിക്കേണ്ട. ദിസ് ഈസ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. നമ്മൾ ലൈക്ക് ഇൻ ദിസ് ഹോൾ പ്രോസസ് നിങ്ങളുടെ ഈ ഒരു വർഷ സമയം ഫുള്ളും നമ്മൾ ഒരു ദിവസം 3 hours സ്റ്റഡിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചാൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ഇനഫ്. ദിസ് ഷോ ദാറ്റ് യു ആർ കൺസിസ്റ്റൻറ്റ്. യെസ്, എവ്രി ഡേ, എവ്രി അതർ ഡേ. ഇവിടെ ഈ 3 മണിക്കൂർ പഠന സമയം എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്കറിയാം നമ്മുടെ സൂപ്പർ കിങ്സിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഈ ക്ലാസ്സസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ടേക്ക് എ 2 hour ടൈം ടു സ്റ്റഡി. ഇവിടെ നിങ്ങൾ ഈ ഒരു 2 hour സ്റ്റഡി ടൈം എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യാനും ഹോംവർക്ക് എഴുതാനും പ്രോജക്റ്റ് എഴുതാനും അല്ല ഉപയോഗിക്കാനുള്ളത്. പഠിക്കുന്ന സമയം നമ്മൾ പഠിക്കുക തന്നെ ആയിരിക്കണം ചെയ്യാൻ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. And the third important thing that a student lacks അല്ലെങ്കിൽ a student have is a fear of failure. എസ് നമ്മൾ മിസ്സേ എനിക്ക് പേടിയാണ്, എനിക്ക് എക്സാംസ് എഴുതുമ്പോൾ മാർക്ക് കുറവാണ്, ഞാൻ സ്കൂളിൽ ഭയങ്കര ടോപ്പറാണ്. ഇതാണ് പല കുട്ടികളും പറയാറുള്ളത്. എനിക്ക് +1 സ്കൂളിൽ നല്ല മാർക്കുണ്ട്, എനിക്ക് ഇവിടുത്തെ എക്സാംസ് എഴുതുമ്പോൾ മാർക്കില്ല, അതുകൊണ്ട് ഞാൻ എക്സാം എഴുതുന്നില്ല. ഈസ് ഇറ്റ് എ സൊല്യൂഷൻ? നമ്മൾ എക്സാം എഴുതുമ്പോൾ മാർക്കില്ല എന്ന് പറഞ്ഞ് എക്സാംസ് എഴുതാതിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നീറ്റ് അല്ലെങ്കിൽ ജെഇ എൻട്രൻസ് എക്സാം എഴുതുമ്പോഴായിരിക്കും നമുക്ക് മാർക്ക് കുറഞ്ഞ് നമ്മൾ ഫെയിൽ ആവുക. സോ യു ഹാവ് ടു ബി ഏബിൾ ടു ഫേസ് യുവർ ഫിയർ. യെസ്, നിങ്ങളുടെ ഫിയർ എക്സാംസ് ആണ്. സോ എല്ലാ എക്സാംസും നിങ്ങൾ ഫേസ് ചെയ്യുക. ആദ്യമൊക്കെ നമ്മുടെ സ്കോർ കുറവായിരിക്കും, ബട്ട് കൺസിസ്റ്റൻ്റ്ലി നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഓവർ ടൈം എന്ത് ചെയ്യും, നിങ്ങളുടെ സ്കോർ ഗ്രാജുവലി റൈസ് ചെയ്ത് നമ്മൾക്ക് വേണ്ട നീഡഡ് സ്കോറിലേക്ക് നമ്മൾ റീച്ച് ചെയ്യും. സോ ഓഫ് കോഴ്സ് യു ഹാവ് ടു റിമൂവ് യുവർ ഫിയർ for your exam. And finally, most importantly, having a discipline in your life. നമ്മളുടെ ഈ +2 എന്ന് പറയുന്ന കാലയളവ് 1 year ടൈം is very very crucial in your life. നമ്മുടെ ലൈഫിലെ എല്ലാ ഇയേഴ്സും അത്ര ക്രൂഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നല്ല. നമുക്ക് ഈ +2 എക്സാമിൻ്റെ ബോർഡ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 2 months ടൈം അല്ലെങ്കിൽ 2 month ടൈം ഗ്യാപ്പ് കിട്ടണമെന്നില്ല. ഓൺ ദ May 1st week itself you will get your NEET entrance exam. അപ്പോൾ ബോർഡ് എക്സാം വരുന്നു, നീറ്റ് എക്സാം വരുന്നു. ദിസ് ഇയർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന അൺനെസസറി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ്, മെയിൻലി യുവർ യൂസ് ഓഫ് സെൽ ഫോൺ. നമുക്ക് പഠിക്കാൻ വേണ്ടി എന്തായാലും ഒരു ഫോൺ തരും, നമ്മൾ ഓൺലൈനായി ക്ലാസ്സുകൾ വാച്ച് ചെയ്യും. പക്ഷേ അതിനുശേഷം നിങ്ങൾ ഈ ഫോൺ
ഇൻസ്റ്റയിലിരുന്ന് റീൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്ത് 1 മിനിറ്റ് എന്ന് വിചാരിച്ച് കളയുന്ന ഈ ഡിസ്ട്രാക്ഷൻ ടൈംസ് ആർ ഗോയിങ് ടു റിയലി കിൽ യുവർ സക്സസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് അറ്റൻറ്റീവായി ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുക. ആൻഡ് യു വിൽ റീച്ച് യുവർ ഡ്രീം ഓൺ ടു യുവർ 2027 നീറ്റ് എൻട്രൻസ് എക്സാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ യു ആർ ഇൻ യുവർ ഡ്രീം കോളേജ്, യു ക്യാൻ യൂസ് യുവർ ഫോൺ, യു ക്യാൻ ഗോ ഫോർ യുവർ ഹാപ്പി മൊമെൻറ്റ്സ്. പക്ഷേ ഈ ഒരു വർഷം ഡിസ്ട്രാക്ഷൻസ് കംപ്ലീറ്റായി അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുക. സോ ഒരിക്കലും നിങ്ങൾ ആ 80% ഫോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സൂപ്പർ കിങ്സ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫുൾ ലൈവ് ക്ലാസ്സസ് കറക്റ്റായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ സ്റ്റഡി അലോങ് വിത്ത് ദ ടീച്ചേഴ്സ്. നിങ്ങളുടെ ഡൗട്ട്സ് പ്രോപ്പറായി ക്ലാരിഫൈ ചെയ്ത് പോവാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് തരുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ റിപ്ലിക്ക ക്വസ്റ്റ്യൻസ് കണ്ട് അതുപോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് യു ആർ ഹാവിങ് n number of exams through this process. അപ്പോൾ ഇൻ ബിറ്റ്വീൻ വരുന്ന എല്ലാ എക്സാംസും നിങ്ങൾക്കൊരു സെൽഫ് അനലൈസിങ് പോയിന്റ് ആണെന്ന് മനസ്സിലാക്കി എക്സാംസ് അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നീറ്റ് 2027 അപ്രോച്ച് ചെയ്യാം. സോ ബി റെഡി ഫോർ ദാറ്റ്. സീ യു ഓവർ യുവർ ക്ലാസ്സസ്. ബൈ.